Hello everyone, welcome to a new video. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയില തോരനാണ്. മുരിങ്ങയില എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലീഫി വെജിറ്റബിളാണ്. മുരിങ്ങയില തോരനായിട്ട് ആവശ്യമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 4-5 കഷ്ണം വലിയ വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങയുടെ ഒരു പകുതി ചെരുകിയത്, വറ്റൽ മുളക് നന്നായി ചതച്ചെടുത്തത് എന്നിവയാണ്. മുരിങ്ങയിലയ്ക്ക് വളരെയധികം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുരിങ്ങയില എന്നും കഴിക്കുന്നത് നമ്മുടെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും BP ഉള്ളവർക്ക് BP മെയിൻറ്റെയിൻ ചെയ്യാനുമൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലീഫി വെജിറ്റബിളാണ് മുരിങ്ങയില. നമുക്ക് ആവശ്യമുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള വിഭവങ്ങൾക്ക് നാടൻ വിഭവമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. വെളുത്തുള്ളി ഒരു 30 സെക്കൻഡോളം ഈ വെളിച്ചെണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളിയും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം. അതുകൊണ്ട് ഒരു 1-2 മിനിറ്റോളം നമുക്ക് ചെറിയ ഉള്ളി നന്നായി വഴറ്റിയെടുക്കാവുന്നതാണ്. ഉള്ളി നന്നായി മൂപ്പിച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന മുരിങ്ങയില വളരെ കൂടുതലാണെങ്കിലും അത് കുക്ക് ചെയ്ത് വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സോ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പായിരിക്കണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു 1 മിനിറ്റോളം കൂടെ നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ച മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചതച്ച വറ്റൽമുളകാണ്. ഇത് ഫ്രഷായിട്ട് ചതച്ചെടുത്തിട്ടുള്ള വറ്റൽമുളക് ആഡ് ചെയ്താൽ അത്രയും നല്ലതാണ്. നമ്മളിവിടെ ഒരു 2 ടീസ്പൂണോളം വറ്റൽമുളകാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വറ്റൽമുളക് ആഡ് ചെയ്ത് അതിൻ്റെയും ഒരു പച്ചക്കുത്ത് മാറുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. ഒരു പിടിയോളം കറിവേപ്പില കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചക്കുത്ത് മാറുന്നത് വരെ നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുരിങ്ങയില ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുരിങ്ങയില നമ്മുടെ കയ്യിലുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു. മുരിങ്ങയില ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുരിങ്ങയില നന്നായി വെന്ത് കിട്ടും. മുരിങ്ങയില നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ ചെറുകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം കുക്കായി വരുന്നതിന് ശേഷം മാത്രം തേങ്ങ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് കുക്കായി വരുമ്പോൾ നമ്മൾ വിചാരിച്ച അത്രയും അളവ് ഉണ്ടാവില്ല. സോ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള തേങ്ങ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇതിന് മുകളിലൂടെ വിതറിയിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ജസ്റ്റ് ഒന്ന് കുക്കാവാനുള്ള ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി നമ്മളുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.